എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗാഡ്ജറ്റ്സ് ഓഫ് ഷാലൂസ് ലൈഫിലേക്കും പുതിയൊരു ദിവസത്തിലേക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ? സന്തോഷമായി സുഖമായിരിക്കുവാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെയൊക്കെ വീട്ടിൽ ടേബിളിൻ്റെ മുകളിലിടുന്ന പഴയ കവറുകളുണ്ടല്ലോ, ഏതെങ്കിലും അരികൾ കേടായിട്ടുള്ള, നമ്മൾ അത് റീയൂസ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ കവറ് നമുക്ക് ആവശ്യത്തിന് വലുപ്പത്തിന് വെട്ടിയെടുക്കുക. ഒരു സിസർ വെച്ച് വെട്ടിയെടുക്കുക. അതിനുശേഷം അതിന് രണ്ട് വശങ്ങളും ഇതുപോലെ മടക്കിയെടുക്കുക. നന്നായിട്ട് നഖങ്ങൾ കൊണ്ട് അങ്ങനെ വെക്കുമ്പോൾ അത് മടങ്ങിയിരിക്കും. അപ്പോൾ അങ്ങനെ മടക്കിയെടുക്കുക ആദ്യം. രണ്ടരികുകളും മടക്കിയെടുത്തതിന് ശേഷം അത് നടുവേ രണ്ടായിട്ട് മടക്കിയെടുക്കുക. വീണ്ടും നമ്മൾ ആ ടേബിൾ കവറിൻ്റെ ആ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്തിൻ്റെ അവിടെ എം പോലെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. ഇപ്പോൾ രണ്ടരികുകൾ അകത്തേക്ക് മടക്കി വെച്ചു. ഒരു ഭാഗം, അതായത് താഴെ ഭാഗം എം ആകൃതിയിലും അകത്തേക്ക് മടക്കി വെച്ചു. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ആ ഫ്രണ്ട് പോർഷനിൽ ഒരു പാളി മാത്രം അകത്തേക്ക് മടക്കി വയ്ക്കുക. ഇതിന് ശേഷം നമ്മുടെ മടക്കി വെച്ചിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഗം തേച്ച് നന്നായി ഒട്ടിക്കുക. ഒപ്പം ഈ ഭാഗങ്ങളെല്ലാം വൃത്തിയായിട്ട് ഒട്ടിക്കുക. ഫെവിക്കോൾ വെച്ച് നന്നായിട്ട് ഒട്ടുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വീണ്ടും ഫെവി ബോണ്ട് വെച്ച് ഒന്നുകൂടി ഒട്ടിച്ചു. ഇനി മറ്റൊരു ചെറിയ പീസ് വെട്ടിയെടുത്തിട്ട് അവിടെയും അങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ആ ഭാഗവും കൂടി ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഏകദേശം മധ്യത്തിലായിട്ട് ഒരു സൂചി നൂല് ഉപയോഗിച്ച് നമ്മളുടെ ഏതെങ്കിലും പഴയ ഡ്രസ്സിൻ്റെയോ എന്തിൻ്റെയോ ഒരു ബട്ടൺസും തുന്നി പിടിപ്പിക്കുക. എന്തെങ്കിലും ലേസ് ഉണ്ടെങ്കിൽ ലേസ് സൈഡുകളിൽ കൂടി ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന പഴയ മാസ്കിൻ്റെ ഇലാസ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇലാസ്റ്റിക് പീസ് അവിടെയും ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി ഫയൽ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ കുട്ടികൾ സ്കൂളിലൊന്നും പോകുന്നില്ലല്ലോ, അപ്പോൾ സ്കൂളിൽ ഫയലൊന്നും കൊണ്ടുപോകണ്ടല്ലോ, വീട്ടിൽ ഉപയോഗിക്കാൻ നമ്മൾ ഇങ്ങനത്തേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഇതുപോലെയുള്ള വർക്കുകൾ, അതായത് അവർ ചെയ്ത പെയിൻറ്റിങ്സോ അവരുടെ എല്ലാ വർക്കുകളും പ്രൊജക്റ്റിൻ്റെ എന്തെങ്കിലും പേപ്പേഴ്സൊക്കെ ഇതുപോലെ അവരുടെ സ്റ്റഡി ടേബിളിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പം ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഒരു ദിവസം കാണാം. ഓക്കേ.